നമസ്കാരം, കുട്ടികൾക്കും സുമസാറാണ്. നമ്മളിന്ന് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ കാണും, ഒരു വേർഡ് തന്നിട്ട്. ആ വേർഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് പരിചയമുള്ള മാത്സിലെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു വേർഡൊക്കെ ആയിരിക്കും, റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഞാൻ ഇതിന്ന് ഇപ്പൊ എഴുതുന്നത് പാരലൽ എന്നുള്ളൊരു വേർഡാണ്. അതിനുള്ളിലുള്ള പല ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ടോട്ടൽ വേർഡ്സ്, ഇന്ന ലെറ്ററിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ്, ഇന്ന ലെറ്ററിൽ തുടങ്ങി ഇന്ന ലെറ്ററിൽ തീരുന്ന എത്ര വേർഡ്സ്, അതേപോലെ വവൽസുകൾ ഒരുമിച്ച് വരിക, ഇങ്ങനെ കുറെ കേട്ടില്ലേ. ഇന്ന് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടോട്ടൽ വേർഡ്സ് വേണം, നമ്പർ ഓഫ് വേർഡ്സ് ഇഫ് ഓൾ എൽസ് ആർ നോട്ട് കം ടുഗദർ എന്ന് പറയാൻ എല്ലുകൾ ഒരുമിച്ച് വരരുത്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ടോട്ടൽ വേർഡ്സിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 8 ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേർഡ്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 8 ഫാക്ടോറിയൽ ബൈ, ഈ ബൈ വരിക എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 8 ആണ് കേട്ടോ. ഇതിനകത്ത് എല്ല് നോക്കിക്കേ, റിപ്പീറ്റ് ചെയ്യുന്ന ആള് എല്ലാണ്, 3 ആണ് അല്ലെ, വേറെ ആരുമേ 2 എ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, എല്ല് 3 ഉണ്ട്, എ 2 ഉണ്ട്. ആൻസർ വരുമ്പോൾ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ആദ്യം മണ്ടയ്ക്ക് എഴുതേണ്ടത് ടോട്ടൽ ലെറ്റേഴ്സിന് ഫാക്ടോറിയൽ, ഡിനോമിനേറ്റർ എഴുതേണ്ടത് റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്ററുകളുടെ എണ്ണങ്ങൾക്ക് ഫാക്ടോറിയൽ. ഇപ്പോൾ 2 പേരോട് ഇൻറ്റു ഇട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ 3 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും കട്ട് ചെയ്താൽ 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2. ഈ 2ഉം 4ഉം നമ്മൾ കട്ട് ചെയ്ത 2 ആണ്. ഇനി ഇത് 3 ഇൻറ്റു ചെയ്യണം, 4 എല്ലാം ഇൻറ്റു ചെയ്യണം. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് 42 ഇൻറ്റു 8 ആൻസർ 16 33. ഓക്കെ എന്ന് തോന്നുന്നു, നിങ്ങൾ നോക്കിയേക്കണേ. ഞാനങ്ങനെ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു 5 ഇൻറ്റു 10 ഉണ്ട്, 3360. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്താൽ 3360 കിട്ടും. അപ്പൊ ടോട്ടൽ ലെറ്റേഴ്സ്, ടോട്ടൽ വേർഡ്സ് ആണ് ഇപ്പൊ കിട്ടിയത്. നമുക്കിനി വേണ്ട എന്താണ് മോനെ, എല്ലുകൾ ഒരുമിച്ച് വരാത്തതിന്റെ വേർഡ്സുകളുടെ എണ്ണമാണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലുകൾ ഒരുമിച്ച് വരുന്നതിന്റെ എണ്ണം കണ്ടുപിടിക്കണം. എല്ലുകൾ എപ്പോഴും ഒരുമിച്ച്, ഇവിടെ ഉള്ളത് 3 എല്ലുകളാണ്. ഈ 3 എല്ലുകൾ ഒരുമിച്ച് വരുന്നതിന്റെ എണ്ണം കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ടോട്ടലിൽ നിന്നും ഒരുമിച്ച് വരുന്നതിന്റെ എണ്ണം മൈനസ് ചെയ്താൽ ഒരുമിച്ച് വരാത്തതിന്റെ എണ്ണം കിട്ടും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലുകൾ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ല് 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 ഉണ്ടോ, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിനെ എല്ലാം കൂടി ചേർത്ത് 1 എണ്ണണം. ബാക്കിയുള്ളവരെ പി 2 എ ഉണ്ട്, പിന്നെ 6 ഉണ്ട്, വേറെ ആരുണ്ട്, 2 എ എഴുതി. ഓക്കെ, ഇപ്പൊ 4 3 7 ആയതേ ഉള്ളൂ. ഒരാളുണ്ട് ഇ. ഓക്കെ, 2 ഇവരെല്ലാം പുറത്തെഴുതിയ ശേഷം നമ്മളിങ്ങനെ 2 3 4 5 6 ഇങ്ങനെ എഴുതണേ. അപ്പൊ ഈ എല്ലുകളെ എല്ലാം കൂടെ ചേർത്തുള്ളതിനെ 1 എണ്ണണം. എന്നിട്ട് എന്ത് ചെയ്യണം, പുറത്ത് എഴുതിയേക്കുന്നതിലെല്ലാം ഓരോന്നായിട്ട് എണ്ണണം. ഇങ്ങനെ 2 3 4 5 6. അപ്പൊ ആൻസർ വന്നേക്കുന്നത് ഏതാവനെ 6 ഫാക്ടോറിയൽ ആണ് അവിടെ വന്നേക്കുന്നത് കേട്ടോ. 6 ഫാക്ടോറിയൽ. പിന്നെ അപ്പൊ ഈ 6 തുടങ്ങിയ ഡി നമ്പർ ആണ് കേട്ടോ. ഇൻറ്റു ഈ ബോക്സിനുള്ളിൽ എത്ര പേരുണ്ട് മോനെ, 3 ഫാക്ടോറിയൽ. അപ്പൊ 6 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും മണ്ടയ്ക്ക് വന്നു. എന്നിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും മോനെ. ഇവിടെ ഒരു എ എത്ര ഉണ്ട്, 2 ടൈംസ് ഉണ്ട്, 2 ഫാക്ടോറിയൽ. ഇവിടെ എൽ ഉണ്ട് എത്ര, 3 ടൈംസ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോക്കോളും. ബാക്കി 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഇത് തമ്മിൽ കട്ട് ചെയ്താൽ നോക്കിക്കേ, 2 കഴിഞ്ഞിട്ടുള്ള നമ്പർ മീൻസ് 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6. ഓക്കെ, ഇതെല്ലാം കൂടെ കിട്ടും. അപ്പോൾ 360 ആണ് എന്ന് തോന്നുന്നു കേട്ടോ. 6 × 3 18, 5 × 4 20. അപ്പൊ 18 × 20 360. ഓക്കെ ആണല്ലോ. Therefore നമുക്ക് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്പർ ഓഫ് വേർഡ്സ് ഇഫ് ഓൾ എൽസ് ആർ നോട്ട് കം ടുഗദർ ഈസ് ഈക്വൽ ടു, ഇതിന്റെയാണ് ഈ 3360 നിന്നും 360 എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ ഫൈനൽ ആൻസർ ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഒരു വേർഡിൽ നിന്നും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വവൽസുകൾ അല്ലായിരുന്നു. അവിടുത്തെ ഒരു പർട്ടിക്കുലർ ലെറ്റർ ആയ എല്ലാം ഒരുമിച്ച് വരരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഏതെങ്കിലും ഒക്കെ കാണും. അവർ ഒരുമിച്ച് വരും. നമ്മൾ മിസിസിപ്പി എന്നുള്ള വേർഡിനുള്ളിൽ ഓൾ ഐസ് ആർ നോട്ട് കം ടുഗദർ, ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ എക്സാമിന് ഇപ്പൊ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
അപ്പൊ ഈ ചെറിയ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ വരും. മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ. ഓക്കെ, ഒത്തിരി കുട്ടികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.